Come on. അയ്യോ ഇതാരും ജോൺ സാറോ? എനിക്ക് കണ്ടിട്ട് തീരെ മനസ്സിലായില്ല കേട്ടോ. എനിക്ക് സാറെന്താ ഇവിടെ? നിന്നെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. വീണ്ടും പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുകയല്ലേ? അയ്യോ എന്റെ പൊന്നു സാറേ, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. അതെ. ഇവന്മാരെ സ്റ്റേഷനിൽ എത്തിച്ചേക്ക്. ഇവരെ ഞാൻ കൊണ്ടുവന്നോളാം. കേറാ വണ്ടിയെ. ഇതെന്നെ വല്ല കൊള്ളസംഘമാണോടാ? കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നത്. ഗുണ്ടകളൊക്കെ ഉണ്ട്. അകത്തോട്ട് കയറി വാടാ. ചെല്ല്. നീ വരുന്നില്ല? ഞാൻ വരാം. നമസ്കാരം ഗുണ്ടേട്ടാ. എന്റെ പൊന്ന് സാംകുട്ടി, നീ എന്നോട് ക്ഷമിക്കണം. അന്ന് എനിക്കൊരു തെറ്റ് പറ്റിയതാ. 75 പവന്റെ സ്വർണം മോഷ്ടിച്ചവനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഇനിയും പ്രതികാരം ചെയ്യാനാ വന്നതെങ്കിൽ ഉപദ്രവിക്കരുത്. ജീവിച്ചു പോക്കോട്ടെ. എന്റെ പൊന്നു ജോൺ സാറേ, ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. വേണമെങ്കിൽ ഞാൻ ഒടിച്ച് ഈ കൈ കൊണ്ട് സാർ എന്നെ കയ്യെ കയറി പിടിക്കരുത്. അകത്ത് സ്റ്റീലാ. സ്റ്റീലോ? സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഈ കൈ കൊണ്ട് ഇനി ആരും തല്ലാൻ പറ്റത്തില്ല. ആരും എന്നെ കയറി തല്ലിട്ട് പോകാതിരിക്കാനാ കുണ്ടകളെ കാവൽ നിർത്തിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വരുന്ന പ്രതികളെ ഇപ്പൊ ഉപദേശം മാത്രമാ. ഉപദേശിച്ച് ഈ നാട് കുട്ടിച്ചോറ. ഏതായാലും നീ വന്നത് നന്നായി. കുറച്ച് നാളത്തേക്ക് നിന്നെ എനിക്ക് വേണം. സഹായിക്കണം. സാറ് വിഷമിക്കണ്ട സാറേ. ഇനി മുതൽ സാറിന്റെ സ്റ്റീല് വലം കൈയായിട്ട് ഈ സാംസൺ ഉണ്ടാകും സാറേ. ഈ സാംസൺ ഉണ്ടാകും. അതെ. എനിക്ക് സന്തോഷായി സാംകുട്ടി, സന്തോഷായി. പറയടാ. നീ പറയല്ലേ? സത്യം പറയടാ. ഇഴിച്ചു നിന്നെ കള്ളനെ. നീ സത്യം പറയല്ലേ? നിന്റെ അടിവേരടിച്ച് ചോദിച്ചാലല്ലേ പറയാൻ പറ്റൂ സാറേ. ചോദ്യോത്തര പരിപാടി നടത്താൻ ഇതെന്താ ക്യൂസ് കോമ്പറ്റീഷൻ ആണോ? എഴുത്തിന്റെ നെഞ്ചു കൂടിയ കലക്കും. അപ്പൊ ചോദ്യം ചോദിക്കാതെ ഉത്തരം പറയാൻ നിനക്ക് അറിയാല്ലേ? നിന്റെ അടിവേരെ കലക്കും. ഒരു പശുവിനെ മോട്ടിച്ചന് ഇത്രയും മതി സാറേ. മതിയല്ലേ? ഇതിന്റെ കണക്കൊക്കെ നിനക്കല്ലേ അറിയൂ. എന്നാ മതി. രമേശാ, ഇവനെ കൊണ്ടുപോയി തൊണ്ടി എവിടെയാ കെട്ടിയിരിക്കുന്ന വെച്ചാൽ അഴിച്ചോണ്ട് വാ. പിന്നെ വയർ നിറച്ച് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് കേട്ടോ. എന്റെ ഇടി കുറെ കൊണ്ടതാ. ചെല്ലടാ. വെറുതെ മനുഷ്യരുടെ കൈമനെ കെട്ടാനായിട്ട്. ഇനി കവല റൗണ്ട്സ്. ഒരു ചെറിയ ഷോ. മോർണിംഗ് ഷോ ആണോ നൂൺ ഷോ ആണോ? ഒരു ഫുൾ ഷോ. മൂന്ന് ജ്യൂസ്. മധുരം കൂട്ടി. സാറ് ജീപ്പെ കെട്ടിക്കൊണ്ടുപോയ ആൾക്കാർ തന്നെയല്ലേ ഇവര്? അതെ. തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്റെ പൊന്ന് സാറേ, ചോദിച്ചാ ഞാൻ തിരിച്ചെടുത്തു. ജ്യൂസ് എടുക്കണോ? എന്റെ കൃത്യനിർവഹണം നിന്റെ കൈകളിൽ ഭദ്രമായിരിക്കണം. എന്റെ കൈകളിൽ ഭദ്രമായിരിക്കും. தடையிறது ஆம்புலன்ஸா? பாடியும் கொண்டு போறேன். ஆம்புலன்ஸ்? ஆமா. பாடி எവിടെ? பாடி நான் அந்த கேடான லிவரும் கொண்டு போயிட்டே இருக்கு. தடையக்கூடாது சார். നീ ആള് കൊള്ളാമല്ലോടാ. എന്തിനാ ഈ ബോർഡ്? അടിക്കുമ്പോൾ നമ്മൾ ബോഡിയെ പിടിക്കാതിരിക്കാൻ ഈ ബോർഡ് വെച്ചാൽ മതി എന്ന സർക്കാർ പറയുന്നത്. അടിച്ച് പഴുത്തിരിക്കുക. വിട്ടേര്, ഇല്ലെങ്കിൽ പെൻഷൻ വാങ്ങിക്കാൻ നോക്കത്തില്ല.
ബ്രദർ സ്മോൾ താങ്ക്സ്. ഓക്കെ. എപ്പോഴാ ഇവനെയൊക്കെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവും പറയാൻ ഒക്കത്തില്ല. വിട്ടത് നന്നായി. ആംബുലൻസ് ആംബുലൻസ് ഓർമ്മ പോടെ കടവുളെ. ബൈക്ക് മാറ്റി വെക്കടാ. എന്താ സാറിന്റെ പ്രശ്നം? എത്ര പേരെ കയറ്റേണ്ട വണ്ടിയാണത്? അതൊക്കെ ഓടിക്കുന്ന ആളുടെ മിടുക്ക് പോലെ ഇരിക്കും. സാറ് കേസ് ചാർജ് ചെയ്തോ, ഞാൻ കോടതി കണ്ടോളാം. ഒന്ന് മാറി സാറേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. സാറ് മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. മിടുക്കൻ. അതാണ് കന്നുകുട്ടൻ. അവനെ കന്നുകൂട്ടുന്ന ആൾക്കാർ വെറുതെ വിളിക്കുന്നതല്ല, തനി കന്നിന്റെ സ്വഭാവ. അതുകൊണ്ടൊരു ശ്രദ്ധ വേണം. അത് പറയാനാണ് ഞാൻ ഈ വഴിക്ക് വന്നത്. ഒക്കെ എത്ര കുളം കണ്ടതാ, കുളം എത്ര കുക്കനെ കണ്ടതാ അല്ലേ ചേ? പിന്നല്ലാതെ. എന്താ സി പി ആളെയും കൂട്ടി ഇങ്ങോട്ടൊരു പ്രകടനം? അതൊക്കെ പറയാം. ഞാൻ സി പവിത്രൻ, ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറാ 10 വർഷമായിട്ട്. താൻ കാര്യം എന്താ വെച്ചാ പറയടോ. മല്ലിക വിളിക്കേ. നിന്നെ കാണാൻ വേണ്ടിയാ വന്നത്. എന്താ കാര്യം? നാട്ടു നടപ്പില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഒരു പഞ്ചായത്ത് മെമ്പറായ എനിക്കുണ്ട്. നീ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്ന യവന്മാരൊക്കെ വല്ല തീവ്രവാദികളോ കൊലപാതകളാണോ എന്നൊക്കെ എനിക്ക് ഈ നാട്ടുകാർക്ക് അറിയണം. വേറെ എന്തൊക്കെ തനിക്ക് അറിയണം? ഇവൻ നിന്നെ കെട്ടിയതാണോ അതോ കെട്ടാതെ തന്നെ കൂടെ? പണ്ട് നാട്ടുകാരെയൊക്കെ അറിയിച്ച് ഒരുത്തനെ ഈ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. അവൻ എവിടെ പോയിന്ന് നീയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? അവൻ ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നതെന്ന് നീയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോന്ന്? നാട്ടുകാര് ഒരുത്തിനും എന്റെ പഠിക്കാത്ത കയറരുത്. കയറിയ ആ കാല് ഞാൻ വെട്ടും. ഇറങ്ങി പോടാ. മല്ലി, എന്താ ഇത്? വന്നേ പോരാനാ പറഞ്ഞ. ഇപ്പൊ ഞാനങ്ങ് പോവും. പക്ഷെ അറിയേണ്ടതൊക്കെ അറിയാതെയും ഈ നാട്ടുകാരെ അറിയിക്കാതെ ഞാൻ വിടുമെന്ന് കരുതണ്ട. നടക്കടാ. CP സാർ ഒന്ന് നിന്നേ. ഇയാള് സർ CP ഒന്നുമല്ലല്ലോ ഉത്തരവ് പുറപ്പെടുവിക്കാൻ. അതോ സദാചാര പോലീസോ? ഈ നിൽക്കുന്നവരല്ല, ഈ നാട് മുഴുവൻ ഇളകി വന്നാലും ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അതിനുള്ള ചങ്കുറപ്പുള്ളത് കൊണ്ടാണ് അവളുടെ കൂടെ വണ്ടിയിൽ കയറി വന്നത്. തിരിച്ചു ചെല്ലുമ്പോൾ നിന്നെ പറഞ്ഞു വിട്ടവനോട് പറഞ്ഞേക്ക്, അവൻ ആണാണെങ്കിൽ കന്നിനെ തൊഴുത്തുമാറ്റി കിട്ടിയ സ്ഥിതിക്ക് അവളോട് മേടിച്ച സ്ത്രീധനം അങ്ങ് തിരിച്ചു കൊടുത്തേക്കാൻ. അല്ലെങ്കിൽ നീ തന്നെ അങ്ങ് വാങ്ങിച്ചു കൊടുക്ക്. ഇല്ലെങ്കിലേ CPയുടെ PP ഞാൻ ഊരിയെടുക്കും. ഈ പറഞ്ഞത് ന്യായം. ഇത് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്. പോലീസിന് നമുക്കൊരു പരാതി കൊടുത്താലോ? കൊടുക്കാം. എന്താ സാറേ ഈ വഴിക്കൊക്കെ? നിന്റെയൊക്കെ സ്വഭാവ ഗുണം കൊണ്ട് വന്നല്ലേ പറ്റൂ. തനിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അത് നേരിട്ട് പറയാൻ വന്നതാ. എന്താണ് സാർ? ഒരു പരാതി നിന്റെ ഭാര്യയായിരുന്ന മല്ലികയുടെ. നീ താലി കെട്ടി ആ പെണ്ണെ ഉപേക്ഷിക്കുകയും മറ്റൊരു പെണ്ണോടൊപ്പം താമസിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തില് സ്ത്രീധനമായി വാങ്ങിയ 25 പവൻ അല്ലെങ്കിൽ അതിന് തുല്യമായ 5 ലക്ഷം രൂപയും പണമായി വാങ്ങിയ 2 ലക്ഷം രൂപയും ചേർത്ത് 7 ലക്ഷം രൂപ മടക്കി കൊടുക്കണം എന്നാണ് പരാതി. പരാതി സാറ് കോടതിക്ക് ഫോർവേഡ് ചെയ്യേ. കേസ് ഞങ്ങൾ പറഞ്ഞോളാം. സാറ് ചെല്ലേ. അഭിപ്രായം പറയാ. നീ ആരടാ? മെമ്പറുടെ പണി ചെയ്താൽ മതി, പോലീസിന്റെ പണി നോക്കണ്ട. ആദ്യം ഈ നിൽക്കുന്നവർ തമ്മിലുള്ള ബന്ധം നീ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. കെട്ടിയവൻ ചത്തപ്പോഴേ കൂട്ടുകാരനെ കൂടെ കയറ്റിക്കെടുത്തൊരു കൊച്ചിനെ ഉണ്ടാക്കുന്നല്ലാതെ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? കൊച്ചിന്റെ അച്ഛൻ ഇവൻ തന്നെയാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു രേഖയുണ്ടോ?
ആ